I'm going to share a very, very short message today. വളരെ ചുരുങ്ങിയൊരു സന്ദേശം വേഗത്തിൽ പറയാൻ പോവുകയാണ്. Genesis chapter 3 and verse number 15. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. I'm going to talk about 3 miracles of Christmas. ക്രിസ്മസിന്റെ 3 അത്ഭുതങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. And I encourage all of you to write down this. This can be a weapon against the devil. ഇത് നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കണം. ഈ 3 അത്ഭുതങ്ങളും സാത്താനെതിരെയുള്ള ശക്തിയേറിയ ആയുധങ്ങളാണ്. A few months ago, I was ministering in US, and in one of the churches I was ministering, there came a big question. What is the difference between a believer and a non-believer? ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ US-ൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തി ഇപ്രകാരം ഒരു ചോദ്യമായിട്ട് എൻ്റെ അകത്തൊരു ചോദ്യം ഉയർന്നു വന്നു. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടുത്ത ആളോടൊന്ന് ചോദിച്ചു, ഒരു വിശ്വാസി അവിശ്വാസി തമ്മിലുള്ള എന്താ വ്യത്യാസം? ഒരു വിശ്വാസി അവിശ്വാസി തമ്മിൽ എന്താണ് വ്യത്യാസം? പെട്ടെന്ന് വിചാരിക്കും വിശ്വാസം, ഒരാൾക്ക് വിശ്വാസമുണ്ട് മറ്റൊരാൾക്ക് വിശ്വാസമില്ല. That's not the answer. An answer came up in my spirit, and that was eternity. എൻ്റെ അകത്തൊരു ഉത്തരം ഉയർന്നു വന്നു, നിത്യത. Maybe a non-believer is sitting next to you. There is only 6 inches gap, but after this life there will be a gap of eternity. ഇതാ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഒരു അവിശ്വാസിയാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു 6 ഇഞ്ചിൻ്റെ വ്യത്യാസം വിടവേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ജീവിതത്തിന് ശേഷം ഇറ്റേണിറ്റിയുടെ നിത്യതയുടെ ഒരു വലിയൊരു ഗ്യാപ്പാണ് കിടക്കുന്നത്. Maybe your husband is not a believer today, your wife is not a believer today, somebody in your home, in your family is not a believer today. So as long as you're on earth, you can be under one roof, but after that you will never meet that person again. ഇതാ ഒരുപക്ഷെ നിങ്ങൾ ഒരു പുരയിൽ താമസിക്കുന്ന ഹസ്ബൻഡ് വൈഫുമായിരിക്കാം, നിങ്ങളുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം, നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുവെങ്കിലും ഈ ജീവിതത്തിന് ശേഷം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഒരിക്കലും ഒരുമിച്ചാവില്ല. This is why Jesus said when he comes, 2 people will be sleeping in the same bed, one will be taken, the other will be forsaken. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, താൻ മടങ്ങി വരുന്ന സമയത്ത് 2 പേർ ഒരുമിച്ചായിരിക്കും കിടക്കയിൽ കിടക്കുന്നത്, അതിൽ ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവിടെ തന്നെ ഉണ്ടാകും. This is called eternal separation. ഇതിനെയാണ് നിത്യമായ വേർപിരിക്കൽ എന്ന് പറയുന്നത്. This is where prayer from the book of life is very important. അതുകൊണ്ടാണ് നമ്മുടെ ബുക്ക് ഓഫ് ലൈഫിലുള്ള പ്രാർത്ഥന സുപ്രധാനമാണെന്ന് പറയാൻ കാരണം. Every name that is written in the book of life, in your book of life, if the entry is found in the Lamb's book of life, you will be together all throughout the eternity in heaven. ഇതാ നിങ്ങളുടെ ബുക്ക് ഓഫ് ലൈഫിൽ, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഓഫ് ലൈഫിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാവരും കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിത്യതയോളം ഒരുമിച്ചായിരിക്കും. Amen. Hallelujah. Come on. Take a decision today in 2024. I'm going to win souls for Christ. ഇതാ 2024 ഞാൻ യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുമെന്നുള്ള വലിയൊരു തീരുമാനമെടുക്കുക. Church is not a bless me club. The church is not a place to play. The church is something serious. ഇതാ സഭ എന്നത് കളിക്കാനുള്ള സ്ഥലമല്ല, അതൊരു ക്ലബ്ബല്ല, ഇതൊരു കുട്ടിക്കളിയല്ല. സഭ എന്നത് ഗൗരവമേറിയൊരു കാര്യമാണ്. Three miracles happened at Christmas. Actually, so many miracles. I picked up only 3, and I'm going to give you these 3 miracles that happened at Christmas. ക്രിസ്മസിന് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നെങ്കിലും അതിൽ നിന്ന് 3 അതിപ്രധാനമായ കാര്യങ്ങൾ ഞാൻ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. Number 1 is the virgin birth of Jesus. ഒന്നാമത്തെ കാര്യം യേശുവിന്റെ കന്യകാ ജനനമാണ്. Nobody has been born from a virgin before or after. ഇതാ ഒരു കന്യകയിൽ നിന്നും യേശുവിന് മുൻപോ യേശുവിന് ശേഷമോ ആരും ജനിച്ചിട്ടില്ല. That is a miracle.
അതൊരു അത്ഭുതമായിരുന്നു. Genesis 3 and verse number 15, I will put enmity between you and the woman, and between your offspring and hers. He will crush your head, and you will strike his heel. 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. This is a curse spoken over the serpent. ഇത് പാമ്പിനെ നോക്കി ദൈവം പറഞ്ഞ ഒരു ശാപവചനമാണത്. But in this curse there is a promise. എന്നാൽ ഈ ശാപത്തിനകത്തൊരു വാഗ്ദത്തം കിടക്കുന്നുണ്ട്. ശരിയല്ലേ? ഈ ശാപത്തിന്റെ അകത്ത് ഒരു വാഗ്ദത്തവും കൂടി കിടക്കുന്നുണ്ട്. And that promise is for us. എന്നാൽ ആ വാഗ്ദത്തം നമുക്കുള്ളതാണ്. Actually, God was pronouncing a curse over the serpent, but in that curse there is a blessing. There is a promise for us. ഇതാ ആ സർപ്പത്തെ നോക്കി ദൈവം ആ ശപിക്കുന്ന വാക്കുകൾ അവനോട് പറഞ്ഞതിന് ഇടയിൽ നമുക്കൊരു വാഗ്ദത്തം കൂടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. God said, I will put enmity between you and the woman, between your offspring and hers. He will crush your head, and you will strike his heel. ഇത് കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. Especially not, this was given to the woman, not man. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇത് പുരുഷന് ലഭിച്ചതല്ല, സ്ത്രീക്ക് ലഭിച്ചൊരു വാഗ്ദത്തമാണ്. The Bible says, sin entered into this world through a woman. So salvation also will come through a woman, Amen. not a man. Hallelujah. ബൈബിൾ വളരെ വ്യക്തമായി Amen. പറയുന്നു, Amen. പാപം ഒരു സ്ത്രീയിലൂടെ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചെങ്കിൽ അതിനുള്ള രക്ഷയും ഒരു Hallelujah. സ്ത്രീയിലൂടെ തന്നെ ഭൂമിയിലേക്ക് വരാൻ Amen. പോവുകയാണ്. Amen. ഇങ്ങനെ സ്തുതിച്ചാൽ മതിയോ? Hallelujah. സംശയമാണ്. Another amazing thing is that before Adam and Eve were cast out from Eden, the solution to their problem came. ഇതാ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ ഹവ്വയെ പുറത്താക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവ് ചെയ്തു കഴിഞ്ഞിരുന്നു. This is God. ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. Before the problem comes, solution comes. പ്രശ്നം വരുന്നതിന് മുൻപേ പരിഹാരം റെഡിയാണ്. Amen. Amen. പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ പരിഹാരം റെഡിയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും കേട്ടില്ല അംബ്രോസ് ബ്രദറെ? ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അതിനുള്ള പരിഹാരം വിടുതൽ കർത്താവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉള്ളത് തുറന്നു പറയാം, രോഗം വരുന്നതിന് മുമ്പ് മരുന്ന് വന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന 5-6 പേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഹല്ലേലൂയ. അങ്ങോട്ട് പറയാം, രോഗം വരുന്നതിന് മുമ്പ് മരുന്ന് വന്നു. Amen. COVID-19 വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ വാക്സിനും കുന്ത്രാണ്ടങ്ങളും വന്നില്ല. എല്ലായിടത്തും റിസർച്ച് നടക്കുക. കർത്താവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആമേൻ. രോഗം വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ മരുന്ന് കുപ്പി വന്നു. Amen. Amen. ആമേൻ. ആമേൻ. Before you were born, before you committed any sin, the solution to the sin problem came. ഇതാ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ആദ്യത്തെ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം കർത്താവ് ചെയ്തു കഴിഞ്ഞു. Amen. Hallelujah. Thank you Jesus. Thank you Jesus. Thank you Jesus. അടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ തൊട്ടിട്ട് നെഞ്ചിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയും. ഇതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ ദൈവം. അഭിമാനത്തോടെ പറയും, ഇതാണ് എൻ്റെ ദൈവം. പിന്നെ 2 മലയാളം പറഞ്ഞോട്ടെ. ഇവിടെ നോക്ക്, നേരെ ഒന്നിരുന്നേ. ഇത് ക്രിസ്മസ് സർവീസാണ് മക്കളെ, ഇങ്ങനെയൊന്നും ഇരിക്കല്ലേ, കൊഞ്ചു പോലെ ഇരിക്കല്ലേ, നേരെ ഇരുന്നേ. ഇന്ന് ഇവിടെ നോക്ക്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന 1000 പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും ഇനി 1000 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുണ്ടെങ്കിൽ അതിനുമുള്ള പരിഹാരം നീ ആദ്യമായി ഒരു മറ്റേണിറ്റി വാർഡിൽ കരയുന്നതിന് മുൻപ് ഇവിടെ വന്നു കിടക്കുകയാണ്. Amen. Hallelujah.
Jesus, thank you, Jesus. എല്ലാവരും ശരിക്കും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാൻ തോന്നുന്നവർ കൈയടിച്ചാൽ മതി. Amen, amen. അവര് ദൈവത്തെ സ്തുതിച്ചാൽ മതി. Thank you, Jesus. Thank you, Jesus. For every promise of God, there is a time of process and there is a time of fulfillment. എല്ലാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കും ഒരു പ്രക്രിയയുടെ സമയവുമുണ്ട്, പൂർത്തീകരണത്തിന്റെ സമയവുമുണ്ട്. When the people of Israel came out from Egypt, there was three processes: deliverance, development and destination. ഇതാ മൂന്ന് പ്രക്രിയയാണ് ഈജിപ്റ്റ് മക്കൾ ഇസ്രായേലിലേക്ക് വന്നപ്പോൾ നടന്നത്. ഒന്ന്, വിടുതൽ സംഭവിച്ചു. ആ വിടുതലിൽ അവർ വളർന്നു വികസിച്ചു വന്നു. അവസാനം പൂർത്തീകരണത്തിലേക്ക് വന്നു. Three things: മൂന്ന് കാര്യങ്ങൾ: deliverance, development and destination. ഇതാ വിടുതൽ സംഭവിച്ചു, അതിൽ അവർ വികസിച്ചു വരുന്നു, വളർന്നു വരുന്നു, അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. First, deliverance came. They were delivered from the clutches of Pharaoh. ഇതാ ആദ്യം വന്നത് വിടുതലാണ്. ഫറവോന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു. Amen. Then there is a period of development. എന്നാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു പ്രക്രിയയിലൂടെ അവർ വികാസം പ്രാപിച്ചു വളർന്നു വന്നു. And finally they arrived the destination, the land of Canaan. ഇതാ അവർ എത്തിച്ചേരേണ്ട വാഗ്ദത്ത നാടായ കനാൻ ദേശത്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർ അവസാനം എത്തിച്ചേർന്നു. You are delivered from sin. Now this is the period of development. God is developing something inside, the Christ-like character. Salvation is growing inside. Finally you will reach your destination. ഇതാ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം വിടുതൽ പ്രാപിച്ചു. ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തു സമാനതയിലേക്ക്, യേശുവിനെ തലയോളം വളരുന്നതിലേക്ക് നമ്മളെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കർത്താവ് വെച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിച്ചേരും. Hallelujah. In other terms, justification comes first, then it is a period of sanctification. Finally you will reach glorification. ഇത് ആദ്യം സംഭവിക്കുന്നത് നീതീകരണമാണ്. അതിനുശേഷം ശുദ്ധീകരണത്തിന്റെ ഒരു പ്രക്രിയയിലൂടെ പോകുന്നു. അവസാനം മഹത്വീകരണത്തിലേക്ക്, തേജസ്കരണത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. Listen to me, children of God. Right now you are in the process of development. Right now you are in the process of sanctification. Everything that is happening in your life has only one aim: to sanctify you so that you will be glorified in the days to come. ഇതാ എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ്. നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന, നിങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയിലൂടെ പോവുകയാണ്. ഇതിനെല്ലാത്തിനും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: ദൈവം മുൻപിൽ വെച്ചിരിക്കുന്ന വലിയൊരു മഹത്വീകരണത്തിലേക്ക്, തേജസ്സിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. Amen. The devil will tell you this sickness, this problem, this financial issue, this marital problem is going to destroy you. ഇതാ സാത്താൻ നിങ്ങളോട് വന്ന് പറയും, നിങ്ങൾക്ക് വന്നിരിക്കുന്ന സാമ്പത്തിക കെടുതി, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ജോലിയിലെ പ്രശ്നങ്ങൾ നിന്നെ തീർത്തുകളയും. Tell him, Mr. Devil, this is not to kill me, this is not to destroy me, this is to sanctify me so that I will be a good candidate for glorification. സാത്താനെ മുഖത്ത് നോക്കി പറയണം, സാത്താനെ, ഇതെന്നെ നശിപ്പിക്കാനുള്ളതല്ല, ഇതെന്നെ തകർക്കാനുള്ളതല്ല, ഇതെന്നെ ശുദ്ധീകരിച്ച് ഇതാ അടുത്ത ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ യോഗ്യനാക്കാൻ വേണ്ടിയാണ്. Hallelujah. The promise came first, then there is a process. ഇത് ആദ്യം വാഗ്ദത്തം വന്നു, അതിനുശേഷം ഒരു തുടർമാനമായ പ്രക്രിയയുണ്ട്. And that process took nearly 4,000 years. ആ ഒരു പ്രക്രിയ ഏകദേശം 4000 വർഷം എടുത്തു. Hello. Genesis 3:15, the promise came, and there is a time of process for the fulfillment of the promise. It took 4,000 years. Finally the fulfillment came at Galatians chapter 4 and verse number 4. ഇതാ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനത്തിൽ ആദ്യം വാഗ്ദത്തം വരുന്നു. അതിനുശേഷം 4000 വർഷത്തെ അതിൻ്റെ ഒരു വളർച്ച, അതിൻ്റെ ഒരു പ്രക്രിയ കാണാം. എന്നാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4:5 അതിൻ്റെ പൂർത്തീകരണം നാം വായിക്കുകയാണ്. 4:4. 4:4. But when the set
time had fully come, God sent his son, born of a woman, born under the law. Then verse number 5, to redeem those under the law, that we might receive adoption to sonship. ഗലാത്യർ 4:4-5 വചനങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ആരിൽ നിന്ന്? സ്ത്രീയിൽ നിന്ന്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ 4000 വർഷം മുമ്പ് പറഞ്ഞതാ. അടുത്ത ആളോട് പറ, വാഗ്ദത്തങ്ങൾ കർത്താവ് മറക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കും. വാഗ്ദത്തങ്ങൾ കർത്താവ് മറക്കില്ല. ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നോക്ക് പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങൾ, ഇവിടെ നോക്ക്. 4000 വർഷമായിട്ട് ഓർമ്മക്കുറവില്ലാതെ, ഡിമെൻഷ്യ ഇല്ലാതെ, അൽഷിമേഴ്സ് ഇല്ലാതെ, ഫയലൊന്നും ഡിലീറ്റ് ചെയ്ത് പോകാതെ കർത്താവ് ഓർത്തിരുന്ന് സ്ത്രീയോട് പറഞ്ഞത് സ്ത്രീയിലൂടെ നിവർത്തിച്ചെങ്കിൽ നിന്റെ കാര്യത്തിൽ തോന്നുന്നുണ്ടോ? കൈയടിക്കുന്നവർ ചിന്തിച്ച് കൈയടിക്കുക, വിശ്വസിച്ച് കൈയടിക്കുക. ഡയറിയിൽ നീ എഴുതിയിട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഒരു ദിവസം നിറവേറും. കള്ളം പറയാൻ അവൻ മനുഷ്യനല്ല. ചിലർ പിന്നാളുടെ വാക്കും പഴഞ്ചാക്കും ഒരുപോലെയാണ്. അങ്ങനെ പഴഞ്ചാക്ക് പോലെ വാക്ക് പറയുന്നവനല്ല എൻ്റെ കർത്താവ്. ചരിത്രം തെളിയിച്ചില്ലേ? ഒരിക്കൽ പറഞ്ഞു, സ്ത്രീയിലൂടെ, സ്ത്രീയുടെ സന്തതിയിലൂടെ ഞാനൊരു രക്ഷ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിൽ ഗലാത്യർ 4:4 വന്നപ്പോൾ അത് നിറവേറി. 4000 വർഷം ഓർത്തിരുന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയി സകലതും ഓർക്കസ്ട്രേറ്റ് ചെയ്ത് പ്രപഞ്ചവും ചരിത്രവും സകലവും സെറ്റ് ചെയ്ത് അവിടെ പറയുന്നത് when the set time had fully come, കാലസമ്പൂർണതയിൽ. പറ, കാലസമ്പൂർണതയിൽ. പറഞ്ഞില്ലല്ലോ അവർ? കാലസമ്പൂർണതയിൽ. പറ, മൈക്കിൽ കൂടെ വിളിച്ചു പറ. കാലസമ്പൂർണതയിൽ. ആ മൈക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാലസമ്പൂർണതയിൽ. എല്ലാവരും പറഞ്ഞ മക്കളെ, കാലസമ്പൂർണതയിൽ. ഞാൻ നിങ്ങളെ നോക്കി, ഒരു പ്രവചനം പറഞ്ഞാൽ വിരോധമുണ്ടോ? കർത്താവ് വ്യക്തിപരമായി നിന്നോടും നിന്റെ കുടുംബത്തോടും പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ കാലസമ്പൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഇങ്ങനെ തട്ടിയിട്ട് പറ, സാക്ഷ്യം പറയാൻ തയ്യാറാകുക. സാക്ഷ്യം പറയാൻ തയ്യാറാകുക. ഇത് നിറവേറിയാൽ ഇവിടെ കയറി സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ്, അത് എഴുതിയെടുക്കുന്നതും അവിടെ അനൗൺസർ അവിടെ നിൽക്കുന്നതും അദ്ദേഹം അനൗൺസ് ചെയ്യുന്നതും, പിന്നെ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ശരി? മെന്റലി റെഡി ആയിക്കും. കുറച്ചു പേർക്ക് വിശ്വാസമുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം കട്ടപ്പുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞ. മാർത്തേ, നീ വിശ്വസിച്ചാൽ, ബാക്കി പറ, ദൈവത്തിന്റെ മഹത്വം കാണും. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കും, നീയും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്റെ കർത്താവ്, എന്റെ ബാറ്ററി മൊത്തം ഫുൾ ചാർജായി. പീക്ക് അടിച്ച് നിൽക്കുക, ബാറ്ററി ലെവൽ പീക്ക് അടിച്ച് നിൽക്കുക. ഇപ്പൊ എന്ത് സംഭവിക്കാം? Kiran Titus, how are you? When the set time had fully come, പറഞ്ഞ കാലസമ്പൂർണതയിൽ. സ്ത്രീയോട് പറഞ്ഞാൽ സ്ത്രീയിലൂടെ അത് നിവർത്തിക്കും. കർത്താവ് ഒരു പെണ്ണിനോടാ പറഞ്ഞു, ഒരു പെണ്ണിലൂടെ അത് നിവർത്തിച്ചു. ലോകചരിത്രത്തോട് പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞ ചെയ്യും.
Why there is a Christmas celebration today? It is because God is a God of His word. എന്തുകൊണ്ടാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നത്? കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ദൈവമാണ്. The Christmas celebration in the entire world declares to the whole world that God is a God of integrity. ഇതാ ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം പരമാർത്ഥതയുടെ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. നിങ്ങൾക്ക് മേശയില്ലെങ്കിൽ കയ്യിലടിക്കും. ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഒരു അടി കൊടുത്തേ കൊടുക്ക. പറഞ്ഞ അത്രയും ദഹിക്കാനുള്ള സമയം തന്നതാ. ഒന്ന് ഡൈജഷൻ നടക്കട്ടെ എന്ന് വെച്ചിട്ട്. എല്ലാം കൂടി കേട്ട് വൊമിറ്റ് ചെയ്യണ്ട അല്ലേ, ഒന്ന് ദഹിക്കട്ടെ. അതിനിടയിൽ ആ ദഹന പ്രക്രിയ നടക്കുന്നതിനിടയിൽ ഇതുവരെ മനസ്സിലായത് അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയും നേരം ഞാൻ പ്രസംഗിച്ചല്ലോ, ടെസ്റ്റ് പേപ്പർ. ഇത്രയും നേരം മനസ്സിലായത് അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ മനസ്സിലായി പറ. ഞാൻ ആ സമയം കൊണ്ട് അല്പം വെള്ളം കുടിക്കട്ടെ. പ്രസംഗിക്ക. ഇതുവരെ പറഞ്ഞത് പ്രസംഗിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എന്താ പ്രസംഗിച്ചേ? കേട്ടത് തന്നെയാണോ പറഞ്ഞത്? കയ്യിൽ നിന്ന് കിട്ടോ? The first miracle is virgin birth. ആദ്യത്തെ അത്ഭുതം എന്നത് കന്യകാചരണമാണ്. Daniel chapter 9 verse number 24 to 27, Gabriel came to Daniel when he was on a 21-day fast, and he revealed some timeline. So and so time Messiah will be coming. ഇത് ദാനിയേൽ ഉപവാസത്തിൽ 21 ദിവസം ഇരിക്കുന്ന സമയത്ത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വചനങ്ങൾ കാണുകയാണ്. ഇതാ ഗബ്രിയേൽ ഇതാ ദാനിയേലിന്റെ അടുക്കൽ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായി പ്രത്യക്ഷപ്പെടുകയാണ്. Same angel Gabriel is coming to Mary. Luke chapter 1 verse number 35. After many centuries, same angel is coming. ഇത് അതേ ദൂതൻ തന്നെ ഇത് അനേക വർഷങ്ങൾക്ക് ശേഷം ഇതാ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിൽ വീണ്ടും കാണുകയാണ്. ഹലോ, ഒരു പോസ്റ്റ്മാൻ ഒരു കത്തുമായിട്ട് വന്നു. 35 വർഷത്തിന് ശേഷം അതേ പോസ്റ്റ്മാൻ വേറൊരു കത്തുമായിട്ട് വരുവാണ് എന്ന് പറയുന്ന പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ ദൈവദൂതൻ ഗബ്രിയേൽ ദൂതൻ ഡാനിയേൽ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ വന്ന് പറഞ്ഞ അതേ ദൂതൻ നസറേത്തിൽ ഒരു പെങ്കുച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. നിന്റെ അകത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. നിന്റെ അകത്തൊരു വിശുദ്ധ ശിശു സംജാതമാകും. അവൻ യേശു എന്ന് വിളിച്ചോളണം.
വാക്കിന്റെ അർത്ഥം രക്ഷകൻ. Yes. Amen. പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോൾ രക്ഷകൻ പിറക്കുകയാണ്. Amen. Amen. If God has given you a promise, He has not only natural ways, but He has supernatural ways also to fulfill them. ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക വഴികളിലൂടെ മാത്രമല്ല അസാധാരണമായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ പക്കൽ വഴികളുണ്ട്. Somebody shout hallelujah. എത്രപേർ ചേർന്ന് hallelujah. Even today scientists, they don't believe the virgin birth of Christ. ഇന്നും ശാസ്ത്രജ്ഞന്മാർ യേശുവിന്റെ കന്യകാജനനം വിശ്വസിക്കുന്നില്ല. Nobody with the common sense can believe it, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. because such a thing has never happened before and even after. ഇതാ യേശു അല്ലാതെ മറ്റാർക്കും അതിന് മുൻപ് സംഭവിച്ചിട്ടില്ല, അതിന് ശേഷവും സംഭവിച്ചിട്ടില്ല. Shout hallelujah. ചേർന്ന് hallelujah. A few years ago, this I read in the internet a few years ago. The blood sample from the Shroud of Turin was collected and it was tested in a laboratory in Tel Aviv. അല്ല, ട്യൂറിനിലെ ശീല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു കർത്താവിനെ അടക്കിയ സമയത്ത് യേശുവിനെ പൊതിഞ്ഞ ശീല കേട്ടിട്ടുണ്ടോ? ട്യൂറിനിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദ ഷ്രോഡ് ഓഫ് ഇംഗ്ലീഷ് സർവീസിൽ വന്ന മോനെ ഇടക്കെങ്കിലുമൊക്കെ, എന്നിട്ട് ഇതെല്ലാം കേൾക്കണം കേട്ടോ. ഇംഗ്ലീഷ് സർവീസിൽ ഇതെല്ലാം പറഞ്ഞതാ. ഞാൻ എന്താ പറഞ്ഞേ? ട്യൂറിനിലെ ശീല എന്ന് പറയാം. ഇപ്പോൾ അത് വറ്റിക്കാനിൽ എവിടെയുണ്ട്? യേശുവിനെ പൊതിഞ്ഞ ശീല. അതിനകത്ത് നിന്ന് ബ്ലഡ് സാമ്പിൾസ് എടുത്ത് ടെൽ അവീവിൽ ഇസ്രായേലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഇത് പൂർണ്ണമായി ഓത്തൻറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ റിപ്പോർട്ടുകൾ, അതായത് യേശുവിനെ പൊതിഞ്ഞ ശീലയിൽ യേശുവിൻ്റെ ആ ബ്ലഡും എല്ലാം കൂടി പൊതിഞ്ഞു. അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് നിന്നുള്ള സാമ്പിൾ എടുത്ത് ടെൽ അവീവിൽ ഒരു ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ ആ ബ്ലഡ് സാമ്പിളിൽ കണ്ടത് 24 ക്രോമസോമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും 46 ഉണ്ട്. ഡോക്ടേഴ്സൊക്കെ ഇവിടെ കാണും, ബയോളജി സ്റ്റുഡൻസൊക്കെ കാണും. സാധാരണ ഒരു മനുഷ്യന് 46 ക്രോമസോം ഉണ്ട്. 23 എണ്ണം അമ്മയിൽ നിന്ന് കിട്ടും, 23 എണ്ണം എവിടെ നിന്ന് കിട്ടും? അപ്പനിൽ നിന്ന് കിട്ടും. പക്ഷേ യേശുവിൻ്റെ ഈ സാമ്പിൾ നോക്കിയപ്പോൾ 24 ക്രോമസോമേ ഉള്ളൂ. ഇവരാകെ കൺഫ്യൂസ്ഡായി. സംഭവിച്ചത്, അമ്മയിൽ നിന്ന് 23 കിട്ടി, ഒരെണ്ണം എവിടെ നിന്ന് വന്നു? വൈ ക്രോമസോമാണ് ആണാക്കി മാറ്റുന്നത് ഒരു കുഞ്ഞിനെ. ആ വൈ ക്രോമസോം വന്നത് പിതാവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിലൂടെ. ജോസഫിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ, മനുഷ്യരായ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരുന്നെങ്കിൽ 46 ആണോ 23 വന്നേനെ. 24 എല്ലാം കൂടെ ഉള്ളൂ. യു ക്യാൻ റീഡ് ദിസ് ഇൻ ഇന്റർനെറ്റ്, ഇറ്റ് ഈസ് ദേർ. അങ്ങനെ ഒരു ബ്ലഡ് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. This proves the virgin birth of Christ. യേശുവിന്റെ കന്യകാജനനത്തെ തെളിയിക്കുന്ന ഒരു വസ്തുതയാണിത്. Somebody say hallelujah. ചേർന്ന് hallelujah. So the first miracle is the virgin birth. ആദ്യത്തെ അത്ഭുതം എന്നത് കന്യകാജനനമാണ്. ഇതെന്തിനു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പാപമില്ലാത്തൊരു രക്തം വരേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഇനി ബൈ ദ വേ, സാധാരണ ഒരു ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്ന് ബ്ലഡ് കിട്ടില്ല, അതറിയാലോ അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ യേശുവിൻ്റെ ബ്ലഡും കലർന്നു പോയേനെ. അങ്ങനെയല്ല വരുന്നത്, പൊക്കിൾക്കുടിയിലൂടെ ബ്ലഡ് വരില്ല. നമ്പർ 2, അത് വേറൊരു സംഭവമാണ്. യു ക്യാൻ ഗോ ആൻഡ് റിസർച്ച്. നമ്പർ 2, ദ ഇൻകാർണേഷൻ. രണ്ടാമത്തെ കാര്യം യേശുവിന്റെ മനുഷ്യാവതാരം. The incarnation of Jesus, that means God became man. അതിനർത്ഥം ഇതാണ്, ദൈവം മനുഷ്യനായി മാറി. പറഞ്ഞേ, ദൈവം മനുഷ്യനായി മാറി. ആൾമാറാട്ടം പലത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതല്ല പരിപാടി. സാക്ഷാൽ ദൈവം മനുഷ്യനായി മാറി. ജോൺ ചാപ്റ്റർ 1 verse number 14. യോഹന്നാന്റെ സുവിശേഷം 1:14. It says the word became flesh and made his dwelling among us. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. Hallelujah. Hallelujah.
the word, spoken word, logos became flesh, human flesh. ഇതാ സംസാരിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ലോഗോസ് അത് നമ്മുടെ ഒരു ജഡമായി തീർന്ന നമ്മുടെ ഇടയിൽ പാർത്തു. The entire word of God from Genesis 1:1 till Malachi chapter 3, the last verse, the whole spoken word came in the form of human flesh. That is Jesus' body. ഇതാ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം മുതൽ മലാക്കി പ്രവചനം 3-ാം അധ്യായം അവസാനത്തെ വചനം വരെ അത് മുഴുവൻ ഇതാ വചനം മുഴുവൻ ജഡമായി മാറി നമ്മുടെ ഇടയിൽ പാർത്തതാണ് യേശു. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു കൊടുത്താൽ ഉൽപ്പത്തി പുസ്തകം 1-1 മുതൽ അവസാന അധ്യായമായ മലാക്കി പ്രവചനം 3-ാം അധ്യായം 4-ാം അധ്യായം അവസാനത്തെ വാക്യം വരെയുള്ള എല്ലാ വചനങ്ങളും ചേർന്ന് ജഡമായി നമ്മുടെ ഇടയിലേക്ക് അവതരിച്ചവനാണ് യേശു. That is incarnation. God became man. അതാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം. ദൈവം ഇതാ മനുഷ്യനായി മാറി. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തിനാ, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ ഇവിടെ നോക്ക്, കർത്താവ് കസേരയിൽ നിന്ന് പോലും എഴുന്നേറ്റില്ല, സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലും ഇല്ല, അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ എല്ലാം ഉണ്ടായി. എല്ലാം സൃഷ്ടിച്ച കർത്താവ് എങ്ങനെയാണ് സൃഷ്ടിച്ച? സിംഹാസനത്തിൽ നിന്ന് പോലും എഴുന്നേക്കാതെ വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടായി. ഇപ്പൊ ഞാൻ പറയുന്നു മനുഷ്യന് രക്ഷയുണ്ടാകട്ടെ പറഞ്ഞ പോരെ. പിന്നെ എന്തിനീ ഒരു കുഞ്ഞായി ബേത്ലഹേം ഇത്രയും കഷ്ടപ്പാടും പങ്കപ്പാടും കഴിച്ച് കുരിശിൽ മരിച്ച് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമെന്താ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെല്ലാം വേറെ ചിന്തിക്കാൻ കിടക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ പലത് കിടക്കുമ്പോൾ പാത്രം കഴുകിയിട്ടില്ല, പശുവിനെ അഴിച്ച് കെട്ടിയിട്ടില്ല, പിന്നെ പിള്ളേരുടെ ഫീസ്, കറണ്ട് ബില്ലൊക്കെ വീഴും. കർത്താവ് കാര്യം ചിന്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. എന്തെങ്കിലും പിശാചി ചോദ്യം ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. വാല് മുറിയാതിരിക്കുക. അല്ലെങ്കിൽ പല്ലി പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, പുള്ളി വാല് മുറിച്ചിട്ടിട്ട് പൊളിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. എന്തുകൊണ്ട് യേശുവിന് ഒരു മനുഷ്യനായി ഭൂമിയിൽ വരേണ്ടി വന്നു? കുറേ വചനങ്ങളൊക്കെ എടുത്ത് വലിയൊരു സംഭവമാണത്. പക്ഷേ എല്ലാവർക്കും സമയമില്ലാത്തതുകൊണ്ട് കാച്ചിക്കുറുക്കി ക്യാപ്സ്യൂളായിട്ട് തരികയാണ്. പറയട്ടെ, ദൈവം ആദ്യം എല്ലാം സൃഷ്ടിച്ചു. ഓണർഷിപ്പ് ആരുടെ? ആരാ സൃഷ്ടിച്ചത്? ഉടമസ്ഥനാരാ? ദൈവമാണ്. 24-ാം സംഗീതത്തിന് 1-ാമത്തെ വചനത്തിൽ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവായ യഹോവയ്ക്കുള്ളത്. എല്ലാം കർത്താവിൻ്റെ. എന്നാൽ 115-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 16-ാമത്തെ വചനമാണെന്ന് അവിടെ പറയുന്നത്, സ്വർഗാദി സ്വർഗം മുഴുവൻ ദൈവത്തിൻ്റെതാണ്, എന്നാൽ ഭൂമിയെ ദൈവം മനുഷ്യന് കൊടുത്തു. എഴുതിയിട്ടുണ്ട്. ഭൂമി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ തീറാധാരം, ഭൂമിയുടെ തീറാധാരം മൊത്തം എഴുതിയിട്ട് ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്തു. എടുത്തു. ഉൽപ്പത്തി പുസ്തകം 1-26, 27, 28 വായിച്ചാൽ അവിടെ പറയുന്നത്, നിങ്ങൾ വെറുതെ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ഉപജീവനം കഴിച്ച് കഷ്ടിച്ച് ജീവിച്ച് ചത്തോ എന്നല്ല പറഞ്ഞത്, ഇതിന് വാണോളാൻ പറഞ്ഞു. വാഴുവിൻ, ഡൊമീനിയൻ, റൂളർഷിപ്പ് കൊടുത്തു മൊത്തം. അടുത്തത് കേട്ടോ, പാപം ചെയ്തിട്ട് പോലും ഈ റൂളർഷിപ്പ് തിരിച്ചെടുത്തില്ല. എന്നൊരു പണി, ആ ആധാരം ഇങ്ങോട്ട് കൊണ്ട രണ്ടാമത് വെട്ടി വേറൊരു ആധാരം എഴുതി, നിനക്ക് ഞാൻ തരുന്നില്ല നീ പാപം. അങ്ങനെ കർത്താവ് ചെയ്തില്ല. ഒരിക്കൽ പറഞ്ഞതാണ്. നിങ്ങൾ സഹകരിക്കും. ക്രിസ്മസ് കഞ്ഞി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ അവൻ മാറുകയില്ല. ഭൂമിയെ കർത്താവ് മനുഷ്യന് കൊടുത്തു. അടുത്തത്, ഇനി ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും, ദൈവം ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ലൈസൻസ് കൊടുക്കണം. ദഹനക്കേട് ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ സർവശക്തനല്ലേ, പരമാധികാരിയല്ലേ, ചെയ്തുകൂടെ? നോ, ഗോഡ് ലിമിറ്റഡ് ഹിംസെൽഫ്. ദൈവം തന്നെ പരിമിതപ്പെടുത്തി. മനസ്സിലായോ? എന്തും ചെയ്യാൻ അവന് അധികാരമുണ്ട്. ഭൂമി അതിൻ്റെ പൂർണ്ണത എല്ലാം ദൈവത്തിൻ്റെ. പക്ഷേ എഴുതിപ്പോയി, പറഞ്ഞുപോയി, നീ എടുത്തോ, നീ വാണോ,
സകല സൃഷ്ടിചരാചരങ്ങളുടെ മേലും നീ വാഴുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുപോയി. പിന്നെ അവൻ തിരിച്ചെടുക്കില്ല. ദൈവത്തിൻ്റെ എന്താ അതിന് പറയേണ്ടത് എനിക്കറിഞ്ഞില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അടുത്തത് കേട്ടോ, നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു 3 ഡയമെൻഷണൽ വേൾഡിലാണ്. ത്രിമാന ലോകം. പറഞ്ഞേ, ത്രിമാന ലോകം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് മാനങ്ങളുണ്ട്. 4th ഡയമെൻഷനുണ്ട്. ത്രിമാനം എന്ന് പറഞ്ഞാൽ വീതി, നീളം, ഉയരമെല്ലാമുള്ള സ്പേസ്, ടൈം, മാറ്റർ ഇത് ചേർന്ന ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവം ആരാണ്? ഭൗതിക ലോകത്തിലല്ല, ആത്മീയ ലോകത്തിലാണ്. യോഹന്നാൻ 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു. പറ, ദൈവം ആത്മാവാകുന്നു. ആത്മീയ ലോകത്തിലിരിക്കുന്ന ഒരാൾക്ക് ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, കേട്ടോളണം, എന്തെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഭൗതിക ശരീരം ഉണ്ടായിരിക്കണം. ഇല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. കേട്ടില്ല. ഇതൊരു വലിയ പ്രിൻസിപ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒരാത്മശരീരമുള്ള ഒരാൾ, ആത്മാവാകുന്ന ഒരാൾക്ക് ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ശരീരം വേണം. തെളിവ് തരാം. ചിലർക്ക് സംശയമുണ്ട്. തെളിവ്. ഗദരദേശം എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ഈ കൂനന്തയുടെ അപ്പുറത്തല്ല, ഇസ്രായേൽ ഗദരദേശം. അവിടെ യേശു ചെന്നപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. അവൻ്റെ മേലെ എത്ര ഭൂതം ഉണ്ടായിരുന്നു? 6000. ലീജിയൻ 6000. ഈ ഭൂതങ്ങളെ മുഴുവൻ പുറത്താക്കിയ സമയത്ത് യേശുവിനോട് കേണപേക്ഷിക്കുകയാണ്, ഞങ്ങൾ വെറുതെ വിടരുത്, ഈ സ്ഥലത്ത് നിന്ന് പുറത്താക്കരുത്, ഈ പന്നികളിലേക്കെങ്കിലും ഞങ്ങൾ പൊക്കോട്ടെ. ഒരു ഭൂതത്തിന് പോലും എന്തെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരം വേണം. ഒന്നുകിൽ മനുഷ്യൻ്റെ ശരീരം, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ശരീരം, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ശരീരം, ഒരു ഉരകത്തിൻ്റെ, ഒരു ഇഴജ, ഏതിൻ്റെങ്കിലും ഒരു ശരീരം വേണം. അടുത്ത തെളിവ്, ഏദൻ തോട്ടത്തിൽ സാത്താൻ വന്നപ്പോൾ ആത്മാവായി നിന്നുകൊണ്ട് ഹവ്വയോട് സംസാരിച്ചോ? ഇല്ല. പാമ്പിൽ കയറി പാമ്പിലൂടെ വന്നു. എന്താ കാര്യം? സാത്താനും ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ബോഡി വേണം. ദൈവത്തിനും വേണം ഒരു ശരീരമില്ലാതെ. എബ്രായലേഖനം 1 വായിച്ചു നോക്കണം. ഇതാ, ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. Without a body, no spirit can do anything in this universe. ഇത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശരീരം കൂടാതെ ഒരു ആത്മജീവികൾക്കും ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നും ഏഞ്ചൽസ് ഒക്കെ ഭയങ്കര ശക്തന്മാരാ. അവർ വന്ന് സുവിശേഷം മൈക്ക് കിട്ടിയ സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെർമിഷൻ ഇല്ല, നോ പെർമിഷൻ. രക്ഷിക്കപ്പെട്ട ഒരാൾ സുവിശേഷം പ്രസംഗിച്ചാൽ മറ്റുള്ളവർ രക്ഷിക്കപ്പെടും. ഏഞ്ചൽസിന് പോലും നടക്കില്ല. അത് നമ്മളാ ചെയ്യണ്ടേ. ഇത്രയും മനസ്സിലായവർ ഹല്ലേലൂയ പറ. Why Jesus had to come in the flesh? യേശു എന്തുകൊണ്ട് ജഡത്തിൽ വന്നു? Because only a body will authorize him, give him permission and license to do something here. ഇതാ, ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ ഒരു ശരീരത്തിന് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ. Because we are children with flesh and blood. കാരണം നാം ഇതാ ജഡരക്തങ്ങളുള്ള മക്കളാകുന്നു. ഹല്ലേലൂയ. Because we are sons and daughters, or the children of flesh and blood. Jesus, the Son of God, also had to come in the flesh and in the blood to do the redemption work. ഇതാ, മനുഷ്യപുത്രന്മാരായ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് യേശു നമ്മെ വിടുവിക്കാനായിട്ട് ജഡരക്തമുള്ളവനായി മാറേണ്ടി വന്നു. പകുതി മനസ്സിലായവർ ഹല്ലേലൂയ പറ. പകുതി മനസ്സിലായിട്ടുള്ളൂ. മുഴുവൻ മനസ്സിലായവർ ഹല്ലേലൂയ പറ. Three miracles. Number 1, virgin birth. 3 അത്ഭുതങ്ങൾ. ഒന്നാമത്തേത് കന്യകാജനനം. Number 2, incarnation. 2, മനുഷ്യാവതാരം. If you hear about any other incarnation, that is a fake news. There is only one incarnation, one event in the entire human history of
God becoming man, and that happened at the first Christmas. ഇതാ ദൈവം മനുഷ്യനായ ആകെ ചരിത്രത്തിൽ ഒരേ ഒരു യഥാർത്ഥ അവതാരമേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു. മറ്റെല്ലാം ഫേക്ക് ആയിട്ടുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. Only once God became man. Only one incarnation. ഇത് ഒരിക്കൽ മാത്രമേ ദൈവം മനുഷ്യനായി അവതരിച്ചിട്ടുള്ളൂ. ഏക മനുഷ്യാവതാരം. ഒരു സന്തോഷ വാർത്തയോടെ ആ കാര്യം നടന്ന ശേഷം പിന്നെ കർത്താവ് വന്ന ഈ ബോഡി കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചില്ല. ഇപ്പോഴും ആ ബോഡി ഉണ്ട്. തേജസ്കരിക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെന്നിട്ട് ആ ബോഡി ഉണ്ട്. അതിന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് സിംഹാസനത്തിലുണ്ട്. അതേ ശരീരവുമായി അവൻ വീണ്ടും വരും. ആമേൻ. എന്തിനു വേണ്ടി? നമ്മെ കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി. അന്ന് ഇസ്രായേൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ശരീരം തേജസ്കരിക്കപ്പെട്ടു. ആ ശരീരവുമായി അവൻ രണ്ടാമത് വരും. He will come again. അവൻ വീണ്ടും വരും. അടുത്താളോട് പറയും, ഇത് കുട്ടിക്കളിയല്ല എന്ന് പറയും. ഇത് കുട്ടിക്കളിയല്ല. ഇത് പടക്കം പൊട്ടിക്കുന്നതോ നക്ഷത്രം തൂക്കുന്നതോ 2 ലൈറ്റ് കത്തിക്കുന്നതോ ക്രിസ്മസ് കേക്ക് തിന്നുന്നതോ വൈൻ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ലത്. This is something huge. Hallelujah. Number 3, the last miracle, the last one in my list, the visibility of God. That means the invisible God became visible to man. ഇതാ മൂന്നാമത്തെ കാര്യം എന്നത് ദൈവത്തിന്റെ ദൃശ്യത അല്ലെങ്കിൽ പ്രത്യക്ഷത. അദൃശ്യനായ ദൈവം മനുഷ്യർക്ക് ദർശിക്കാവുന്ന രീതിയിൽ ഇറങ്ങി വന്നു. എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞ്, അദൃശ്യനായ ദൈവം അദൃശ്യനായ ദൈവം ദൃശ്യമായ രീതിയിൽ വന്നു. ദൃശ്യമായ രീതിയിൽ വന്നു. അല്ലെങ്കിൽ അദൃശ്യനായ ദൈവം ദൃശ്യനായി. കാണാൻ കഴിയാത്ത ദൈവം കാണാൻ കഴിയുന്ന ഷേപ്പിൽ ഈ ഭൂമിയിലേക്ക്. ആമേൻ. Oh, that is a great miracle. John chapter 1 verse number 18. യോഹന്നാന്റെ സുവിശേഷം 1:18. No one has ever seen God, but the one and only Son, who is himself God and is in closest relationship with the Father, has made him know. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ കണ്ടവരുണ്ടോ? ആരും കണ്ടിട്ടില്ല. But in Jesus, God came in a visible form. എന്നാൽ യേശു ദൈവം, ആരും കണ്ടിട്ടില്ലാത്ത, കാണുവാൻ സാധിക്കാത്ത ആ ദൈവം നമുക്ക് കാണാവുന്ന രീതിയിൽ അവതരിച്ചവനാണ് യേശു. John 14 and verse number 9, Jesus answered, "Don't you know me, Philip? Even after I have been among you for such a long time, anyone who has seen me has seen the Father." ഇതാ യേശു ഫിലിപ്പോസിനോട് പറയുകയാണ്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Seeing Jesus is equal to seeing the Father who is invisible. ഇതാ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അദൃശ്യനായ പിതാവിനെ കണ്ടതിന് തുല്യമാണ്. Hallelujah. Hallelujah. I'll give you a few more references. You can write down Hebrews chapter 1 verse number 3. ഇതാ ചില വചനങ്ങൾ കൂടി തരികയാണ്. വേഗത്തിൽ എഴുതിയെടുക്കുക. എബ്രായ ലേഖനം 1:13. It says the Son is the radiance of God's glory and the exact representation of his being, sustaining all things by his powerful word. ഇതാ എബ്രായ ലേഖനം 1:3. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു. 1 Timothy chapter 3 and verse number 16. 1 തിമോഥെയോസ് 3:16. Beyond all question, the mystery from which true godliness springs is great. He appeared in the flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. Hallelujah. ആമേൻ. അവൻ വെളിപ്പെട്ടു. The invisible God became visible to man. അദൃശ്യനായ ദൈവം മനുഷ്യർക്ക് കാണാവുന്ന രീതിയിൽ വെളിപ്പെട്ടു വന്നു. Test paper. Which are the 3 miracles that happened at Christmas? ഇതാ ക്രിസ്മസിന് സംഭവിച്ച ആ 3 അത്ഭുതങ്ങളെ പറയുക. Number 1. 1. പറഞ്ഞു. 2. യേശുവിന്റെ മനുഷ്യാവതാരം. 3. യേശുവിന്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ ദൃശ്യത. അദൃശ്യനായ ദൈവം ദൃശ്യനായി. 1 കന്യകാജനനം എല്ലാവർക്കും ഒരു സമസ്യയാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാരണം അതൊരു മിസ്റ്ററിയാണ്, ഒരു നിഗൂഢ രഹസ്യമാണ്.
പുരുഷ സംസർഗമില്ലാതെ ഒരു കന്യകയിലൂടെ സ്വർഗത്തിലെ പിതാവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് തൻ്റെ അകത്ത് പാപമില്ലാതെ ഒരു കുഞ്ഞ് ആദ്യമായി പിറന്നു. അവൻ്റെ പേരാണ് യേശു രക്ഷകൻ. ആമേൻ. അഭിമാനത്തോടെ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. രണ്ടാമത്തേത് മനുഷ്യാവതാരം. ദൈവം മനുഷ്യരായി. What are you saying? ഒരു പരിമിതികളിലുമില്ലാത്ത ദൈവം പരിമിതികളുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന് ഇവിടെ പാർത്തു. വലിയൊരു മിറക്കിളാണ്. അവസാനത്തേത് അദൃശ്യനായ ദൈവം ദൃശ്യമായി എല്ലാവർക്കും നോക്കി കാണാവുന്ന രീതിയിൽ തൊടാം. പത്രോസ് യോഹന്നാനൊക്കെ അതിന് ശേഷം എഴുതി അവൻ്റെ മഹിമ കണ്ട സാക്ഷി. ഞങ്ങൾ അവനെ തൊട്ടു നോക്കി, ഞങ്ങൾ അവനെ കണ്ടു, അടുത്തിരുന്നു. യോഹന്നാനാണെങ്കിൽ പറയും, ഞാൻ അവൻ്റെ മാറോട് ചാരിക്കിടന്നു. God became tangible, touchable, seeable, visible. ഇവിടെ ദൈവം നമുക്ക് കാണാവുന്ന, തൊടാവുന്ന, തൊട്ടറിയാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഒത്തിരി കുട്ടികൾ വിചാരിച്ചിരിക്കുന്ന ഈ സാന്റാക്ലോസ് ആണ് യേശു എന്നാണ്. സാന്റാക്ലോസിന് അറിയോ? അതാണ് യേശു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. മിഠായിയൊക്കെ ആയിട്ട് വരുന്ന സാന്റാക്ലോസ് ആണ് യേശു. സാന്റാക്ലോസ് യേശു അല്ല. അതിനൊരു ആമേൻ പറ. ആമേൻ. അത്രയെങ്കിലും നടക്കട്ടെ. സാന്റാക്ലോസ് യേശു അല്ല. അതൊക്കെ ഇടക്കാലത്ത് വന്നുകൂടിയ ഈ സ്റ്റോറിയുടെ അഡീഷൻസ് ആണ്. ശരിക്കുള്ള ക്രിസ്മസ് സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വൈകി എങ്ങാലും അടിക്കും. എൻ്റെ പറയാൻ പോകുന്ന കൺക്ലൂഷൻ ശ്രദ്ധിച്ചോളണം. ഈ ക്രിസ്മസ് ട്രീ ആരെയും രക്ഷിക്കുകയില്ല. അറിയാമോ? ഈ മിന്ന ഈ വിളക്കുകൾ ആരെയും രക്ഷിക്കുകയില്ല. ക്രിസ്മസിന് നീ തൂക്കുന്ന നക്ഷത്രം നിന്നെ രക്ഷിക്കുകയില്ല. ക്രിസ്മസിന് വെട്ടി മുറിച്ച് കഴിക്കുന്ന കേക്ക് കൊണ്ടും രക്ഷപ്പെടില്ല. വൈൻ കുടിച്ചാലും രക്ഷപ്പെടില്ല. ക്രിസ്മസ് ആഘോഷം തിമർത്താലും നീ രക്ഷപ്പെടില്ല. ക്രൈസ്റ്റ് ഷുഡ് ബി ബോൺ ഇൻ യുവർ ഹാർട്ട്. ക്രിസ്തു നിന്റെ അകത്ത് ജനിക്കണം. Colossians chapter 1 verse number 27 says Christ in you is the hope of glory. കൊലോസ്യ ലേഖനം 1:27 പറയുന്നു, നിങ്ങളുടെ അകത്തുള്ള മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ മാത്രമേ നീ രക്ഷപ്പെടൂ. ആമേൻ. യേശു ബെത്ലഹേമിൽ ജനിച്ചു എന്ന വാർത്ത നീ അറിഞ്ഞതുകൊണ്ട് രക്ഷ പ്രാപിക്കുകയില്ല. എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് രക്ഷ പ്രാപിക്കുകയില്ല. ക്രിസ്മസിന് സ്തോത്ര കാഴ്ച കൊടുത്താലും നീ രക്ഷപ്പെടില്ല. ക്രിസ്തു അകത്ത് വേണം. ഹല്ലേലൂയ. 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 അകത്തുള്ളവരൊക്കെ ഒന്ന് ചാടി എഴുന്നേൽക്കുക. ആമേൻ. ക്രിസ്തു അകത്തുണ്ട് എന്ന് ബോധ്യമുള്ളവർ ചാടി എഴുന്നേൽക്കുക. രണ്ട് കൈ ഉയർത്തി ഉറക്കെ ഒന്ന് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നന്ദി കർത്താവേ. നന്ദി യേശുവേ. അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചിലർക്ക് കൈ പൊക്കാൻ ഇത്തിരി ബുദ്ധി. എല്ലാവരും അപ്പുറത്തൊക്കെ പൊക്കുന്നുണ്ട്. ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ പൊക്കിയവർ കാണും. പക്ഷെ ക്രിസ്തു അകത്തുണ്ടാകണമെന്നില്ല. ഓൺലൈനിൽ കാണുന്നവർ, എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലുമുള്ളവർ, ഭവനങ്ങളിലുള്ളവർ ഇപ്പോൾ ശ്രദ്ധിക്കുക. അകത്ത് ക്രിസ്തു ഉണ്ടെന്ന് ബോധ്യമില്ലെങ്കിൽ ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ബോധ്യം ഉണ്ടാകണം. കൈയെല്ലാവരും ഉയർത്തിപ്പിടിച്ചു. അത് ഉയർന്നിരിക്കുമ്പോൾ തന്നെ ഈ ക്രിസ്തു എനിക്ക് അകത്ത് ജനിക്കണം എന്ന് പറയുന്നവർ നെഞ്ചിലേക്ക് കൈവച്ചു. ആത്മാർത്ഥമായി ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഉറക്കെ പറയാം. യേശുവേ, അങ്ങന്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിറന്ന, എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് നൽകുന്ന സൗജന്യദാനം ആയ രക്ഷയെ ഞാനിപ്പോൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ എൻ്റെ മരണം വരെ
യേശുവിനായി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ.